വേറെ ഏപ്രണൊക്കെ മേടിക്കാൻ പറയുന്നത്. അതിന്റെ ആ പുട്ടിന് പഴവും വേണ്ട, കറിയും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ പുട്ട് റെഡിയായി. വെള്ളം കുടിക്കുന്നതിന് പകരം ഈ പാലിങ്ങനെ ബക്കറ്റിൽ കറന്നുകൊണ്ട് വരുവായിരുന്നല്ലേ പറയാം. തക്കാളി കുറെ ഉള്ളതുകൊണ്ടാണോ ഇപ്പൊ? ഒരെണ്ണം എടുത്തോളൂ അതിൽ നിന്ന് ഐറ്റംസ് ഒക്കെ. ഞാൻ ഇന്ന് വൈകിട്ട് തക്കാളി കൊണ്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഏതാ പോലും ഓട്സ് ദോശ ഓട്സ് ഒന്ന് വരുത്തിച്ചു. അതെ ജിയോ മാർട്ട് വഴി വന്നു. പിന്നെ അമ്മയുടെ സ്ഥിര ഏപ്രൺ കാണുന്നില്ല എന്ന് അല്ല, സ്ഥിര ഏപ്രൺ കണ്ട് എല്ലാവർക്കും മടുത്തു എന്ന് തോന്നുന്നു. വേറെ ഏപ്രൺ ഒക്കെ മേടിക്കാൻ പറയും. അതിന്റെ ഒപ്പം മകള് മേടിച്ചു വന്ന ഏപ്രണായി കെട്ടിയേക്കണതാ. എനിക്ക് ഈ മടി കൊണ്ട് ഞാൻ ഒരു ഏപ്രൺ എടുത്താൽ അത് മാക്സിമം ഉപയോഗിക്കും, ചീത്ത സ്വഭാവമാണെങ്കിലും. പക്ഷെ ഇന്നിപ്പോ അവള് നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തെടുത്ത് കെട്ടിയത്. ഇത് രണ്ടും ഒന്നിച്ച് ഓൺലൈനായിരുന്നോ? ഇത് ഓൺലൈൻ വഴി മേടിച്ചതാണ് കേട്ടോ. ഞാൻ എടുക്കാതിരുന്ന ഏപ്രണൊക്കെ കസ്റ്റഡിയിലുണ്ട്. പിന്നെ റിങ്കു തന്ന ഏപ്രണോട് ഇരിപ്പുണ്ട്, അത് ഇടയ്ക്കൊന്ന് കെട്ടണമെങ്കിൽ. അതും കേട്ടോ, മാറി മാറി കെട്ടിയില്ലെങ്കിൽ അവരായാലും ചിന്തിക്കും അമ്മയ്ക്ക് വേറെ ഏപ്രൺ ഇല്ല. റിങ്കു ആണെങ്കിലും ഓർക്കും ഇതന്നെ അമ്മായി കെട്ടാത്തേന്ന്. അതെടുത്ത് കെട്ടാട്ടോ ഒരു ദിവസം. നാളെ വീഡിയോ ചെയ്യുമ്പോ അടുത്ത ആഴ്ച അടുത്ത വീക്കെൻഡിൽ അത് ചെയ്യാട്ടോ. ഇനി ചുമപ്പ് കെട്ടാ. ഇനി നീലയ്ക്കൊരു പതക്കം മാറ്റി വെക്കാം. അതെ, ചായ കുടിച്ചോണ്ടാണ്. കാരണം ആ ചേട്ടൻ ഒരു ആളിപ്പോ ഇവിടെ വന്നായിരുന്നു. ചേട്ടനെ സംസാരിച്ചിരുന്നോണ്ട് ചായ തകർത്താൻ വൈകി, കുടിക്കാനും വൈകി. അപ്പൊ ചായ കുടിച്ചോണ്ട് ഒരു ഐറ്റം തയ്യാറാക്കുക. വേറെ ഒന്നുമല്ല, തക്കാളി സവോളയൊക്കെ ചേർത്തിട്ടുള്ള ഒരു പുട്ട ഉണ്ടാക്കണം. ആ പുട്ടിന് പഴവും വേണ്ട, കറിയും വേണ്ട, ഒന്നും വേണ്ട. ആ പുട്ടൊന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. അപ്പൊ രാവിലത്തെ പുട്ട് ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം കഴിക്കാൻ മടി വിചാരിക്കുന്ന ലെഫ്റ്റ് ഓവർ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ലെഫ്റ്റ് ഓവർ പുട്ട് കൊണ്ട് നമ്മൾ ചെയ്തേക്കണ എന്നതാ ഉപ്പുമാവ്. അത് ഇവിടുത്തെ അമ്മച്ചിയുടെ റെസിപ്പി, ഇവിടത്തെ അമ്മച്ചിയുടെ കേട്ടോ. നേരത്തെ വീഡിയോ തുടങ്ങിയിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ അതൊന്നുമല്ല, വ്യത്യസ്തമായൊരു പുട്ട. നല്ല പുട്ടാ. ഒരു കണം ചൂടാന്നോർത്തായിരിക്കണം. അധികം ചുട്ട് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോ ചെലവില്ല ഇവിടെ. പിന്നെ ഇച്ചിരി ഹെൽത്തി പുട്ടാണ്. അപ്പൊ അത് ഇച്ചിരിച്ച എല്ലാരും സാമ്പിൾ എടുക്കുള്ളൂ. അതുകൊണ്ടാണ്. നിനക്ക് കൂടുതൽ കഴിക്കാട്ടോ, ഞങ്ങൾക്ക് ഇച്ചിരി മതി. ആദ്യം സവോളയാണ്. വഴറ്റുവാണ്. ഇച്ചിരി ഗരമൊക്കെ ഇടണം. ഗരം മസാല. ഗരം എന്ന് പറയാൻ പാടില്ല, ഗരം മസാല. ഇപ്പൊ എല്ലാരും ചായ കൂടിയൊക്കെ കഴിഞ്ഞു കാണും. ഇപ്പൊ 4:30 കഴിഞ്ഞു കേട്ടോ, 4:40 ടൈം. അപ്പൊ ഞാൻ അരിഞ്ഞ ടൊമാറ്റോ ചേർത്ത്, ഒരു ടൊമാറ്റോയും ഒരു സവോളയായിട്ടും എടുത്തിട്ടുള്ളൂ. കാരണം ഒരു കണ പുട്ടേ നമ്മൾ ഉണ്ടാക്കണുള്ളൂ. അപ്പൊ അതിന്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ടാട്ടോ. ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇതിൽ ചേർക്കാം. പൊടികളൊക്കെ ചേർത്ത് ലാസ്റ്റാണ് നമ്മുടെ മെയിൻ താരം നോൺ വെജ് ഇതിലേക്ക് ചേർക്കണം. അപ്പൊ ഇത് ആയി വരട്ടെ കേട്ടോ. ഒന്ന് ഇത് ബ്രൗൺ കളർ ആവണ്ട, കാരണം പുട്ട് നനയ്ക്കണ പൊടിയുടെ ഒപ്പം ഇത് നനച്ചെടുക്കുക. നനച്ച് മീൻസ് അതിന്റെ കൂടെ മിക്സ് ചെയ്യണം. പൊടി നനച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഇത് മിക്സ് ചെയ്യും. അപ്പൊ പിന്നെ കരിഞ്ഞ നിറത്തിലാക്കണ്ട കേട്ടോ, ബ്രൗണിഷ് ആക്കണ്ടെന്ന് ചുരുക്കം. ഒരു ഹാഫ് കുക്ക് മതി. ഇച്ചിരി ഇതിനാവശ്യമുള്ള മുളക് പൊടി കേട്ടോ. പിന്നെ ഇത് ഇച്ചിരി ഗരം മസാല കേട്ടോ. ഇത് ഞാൻ സ്പൂണിൽ വെക്കുന്ന അറിയാലോ എന്തിനാന്നുള്ളത്, പൊടികളായതുകൊണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കണം, ഒരു കളറൊക്കെ ചെയ്യാൻ വേണ്ടി. മല്ലിപ്പൊടി വേണ്ട കേട്ടോ, നമ്മൾ ഇടണില്ല. മല്ലിപ്പൊടി ഇടേണ്ടവർക്ക് താല്പര്യമാണെങ്കിൽ അത് ഇടണ്ട. ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇനി 3 പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കുക, മിക്സ് ആവാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ സാധനം അതിലേക്ക് പൊട്ടിച്ച് ചേർക്കാം കേട്ടോ. മിക്സ് ആയിക്കോട്ടെ. 2 ടൈപ്പ് മുട്ടയാണ്. 2 ഉണ്ട്, വൈറ്റും ഉണ്ട് മറ്റേ നാടനും ഉണ്ട്. പറഞ്ഞു നാടനും വെള്ളയും പൊട്ടിച്ചിട്ട് ഉണ്ണിക്ക് ഒരേ കളർ അല്ലേ? ഞാൻ ഇതിന്റെ ഒപ്പം കുരുമുളക് പൊടിയും ചേർത്തു, ഉപ്പും ചേർത്തിട്ടുണ്ട് മുട്ടയ്ക്ക് ആവശ്യമുള്ള. അപ്പൊ അത് അതിന്റെ ഇടയ്ക്ക് മുട്ടയുടെ വർണ്ണന പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അത് വേഗം ചേർത്ത്. കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ ശരിയാവൂല്ലോ, ഓരോ സംഗതി സംയോജിതമായിട്ട് വേണ്ടേ, അതുകൊണ്ട് അങ്ങ് ചേർത്തതാട്ടോ. അപ്പൊ ഇതിങ്ങനെ ഒന്നോടെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് പുട്ടിന്റെ പൊടി നനയ്ക്കാം. ഇച്ചിരി വേപ്പിലയും കൂടെ ചേർക്കട്ടെ. ഇച്ചിരി ഒരു പൊടിക്ക് വേപ്പിലയിട്ട്, കൂടാതെ നമുക്കൊരു നുള്ള് തേങ്ങയും കൂടെ ഇതിലേക്ക് ഇടാം കേട്ടോ. ഒരു നുള്ള് മതി. പിന്നെ പുട്ടിന്റെ പൊടി നനയ്ക്കണതിന് തേങ്ങ മതി കേട്ടോ. ഇതിലേക്ക് ഞാൻ സ്പ്രെഡ് ചെയ്യാൻ എടുത്തോണ്ട് വരാം കേട്ടോ. തേങ്ങ 2 വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു നുള്ളാട്ടോ ഇട്ടിട്ടുള്ളത്, വെളുത്ത് കിടക്കണേ. എന്നിട്ട് നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് തണുത്തിട്ട് വേണം പുട്ടുപൊടിയുടെ കൂടെ ചേർക്കാൻ. നമുക്ക് എന്നിട്ട് പുട്ടുപൊടി നനയ്ക്കാം കേട്ടോ. ഞാനിവിടെ തവ മാറ്റി വെക്കട്ടെ. മുട്ടയാ കൂടുതൽ മസാലയിലും അല്ലേ, എന്നാലും രുചി കിട്ടും പുട്ടിന്. അതുകൊണ്ട് ഞാൻ 2 മുട്ട എടുത്ത കാര്യം. 1 കണ പുട്ടേ ചുടണുള്ളൂ, പക്ഷെ 2 മുട്ടയങ്ങ് എടുത്തു. സമ്പുഷ്ടിയായിട്ടിരിക്കട്ടെ.
ഇവിടെ ഇരിക്കട്ടെ കേട്ടോ, തുറന്നിരിക്കട്ടെ തണുക്കാൻ. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇച്ചിരിയുടെ വെള്ളം വേണ്ടി വരും കേട്ടോ. അതേ തേങ്ങയും ഉപ്പും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇച്ചിരി പൊടി ഒരു കണക്കുള്ളത് കേട്ടോ, അത്രയും മതി. ഇത്രയും മതി. പിന്നെ ഇച്ചിരി മസാലയും കൂടെ ചേരുമ്പോൾ ഉണ്ടാവും. ഇത് മതിയാവും. നോക്കാം, നോക്കിച്ചെടുക്കാം കേട്ടോ. സെൻറ്റ് ജോർജ് പുട്ടുപൊടിയത് പ്രൊമോഷൻ അല്ല, ഉപയോഗിക്കുന്ന പുട്ടുപൊടി പറഞ്ഞേ ഉള്ളൂ. ആരോടും ഇത് ചെയ്യണമല്ല. ചേർക്കാനുള്ളതാ, ചൂടാറിയത്. അപ്പൊ ഇത് മുട്ടപ്പുട്ട എന്ന നാമകരണം ചെയ്യാം. അങ്ങനെ ഇടണോ? അങ്ങനെ ഇടാല്ലേ? മുട്ടപ്പുട്ട്. ലെഫ്റ്റ് ഓവർ ഒന്നും അല്ല അപ്പൊ ഇത്, ഒരിക്കലും അല്ല. അതിന് ഇത് വേണ്ട, ഏത് പഴം വേണ്ട, കറി വേണ്ട. ഇനി നമുക്ക് ആ സംഭവം ചേർക്കാം, മസാല. അപ്പൊ കേമനാവും. നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. പുട്ടിന്റെ നനവൊന്ന് നോക്കട്ടെ. മസാല ഇടും. ഇതിപ്പോ ഇല്ലേ, ഒരു കണയെന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു കണ കൂടുതലുണ്ട്. മസാലയും കൂടെ ചേരുമ്പോ ഒരു 1.5 കണ കൂടുതൽ വരും. ഇത് 2 കണ കഷ്ടി വരും. ഒരെണ്ണം ചിരട്ടപ്പുട്ടൊക്കെ ആക്കിയാലോ? വേണ്ട അല്ലേ? ഞാൻ അത് കഴുകണ്ടേ പിന്നെ? എന്നാ വേണ്ട, പാത്രം കണയായിട്ട് തന്നെ ഇരുന്നോട്ടെ. അപ്പൊ കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പൊ ഇതിന് മുട്ടപ്പുട്ട് എന്നുള്ള പേരിൽ നമുക്ക് പേരിടാം. കറക്റ്റാ അതിന്. ഒരു മുട്ടയായിരുന്നെങ്കിൽ ഇത് ഇച്ചിരി കുറവ് വന്നേ. അതെ 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 അതെ, മസാല ഇച്ചിരി കുറവാ, മുട്ട കൂടി നിൽക്കണം. അപ്പൊ അതേ കണ്ടോട്ടോ. അതെ കറക്റ്റായി പോട്ടോ. മസാല ഇത്രയും വേണം, കാരണം മുട്ടപ്പുട്ടിന് ഇത്രയും മസാല വേണം. പാകായി വരുമ്പോ ആ പുട്ടിന്റെ തരിങ്ങള് വലുതാവുമല്ലോ വേവിക്കുമ്പോ. അപ്പൊ ഇത്രയും വേണം. ഉപ്പ് പാകാട്ടോ. തേങ്ങ ഇട്ടത് അടിയിൽ കണ്ടോ. നമുക്ക് പൊടിയിടാം. അതിടാം കണ്ടോട്ടോ. അതെ, കുത്തി നിറച്ചിടരുത്. 2 കണക്കുണ്ട്, സാധാരണ പോലെ തന്നെ 2 കണക്കുണ്ട്. ഇതൊരു വെറൈറ്റി ആയതുകൊണ്ട് കഴിക്കാൻ നല്ല രസമായിരിക്കും. ആയിരിക്കും. കറിവേപ്പില ഇടയ്ക്ക് വരുന്നുണ്ട്. ഇതിന്റെ കൂടെ ഇറച്ചി വേവിച്ചതുണ്ടെങ്കിൽ ഇറച്ചി പുട്ടാക്കാം. അതാക്കാം. ഇതിപ്പോ മുട്ട ആയതുകൊണ്ട് മുട്ട മസാല പുട്ട. ഫോക്കസ് ചെയ്തില്ല. കണ്ടോ, എടുത്തു. ഫോക്കസ് ചെയ്തു. മീതം കൂടെ ഇച്ചിരി തേങ്ങ ഇടും. ഇടയ്ക്ക് തേങ്ങ ഇടേണ്ടവർക്ക് ഇടയ്ക്കിടാം കേട്ടോ. അതെ, നമുക്ക് അതിന്റെ താല്പര്യം ഇല്ല. അപ്പയ്ക്ക് തേങ്ങയൊക്കെ ഇടണം നന്നായിട്ട്. അടിയിലും മുകളിലും ഇട്ടിട്ടുണ്ട്. അതിന് ഇങ്ങനെ അടച്ചു വെക്കാം. പുട്ട് വേവാനായിട്ട് അടച്ചു വെക്കാം. അത്രേ ഉള്ളൂ. ഒരു കണക്കും കൂടെ ഉണ്ടത്, 3/4 കണ അല്ലേ? അപ്പൊ നമുക്ക് എടുക്കാണ്ടേ. പുട്ട് റെഡിയായ ഒരു മിനിറ്റ് കാണിച്ച് അങ്ങനെ നോക്കി ചിരിച്ച്. ഇപ്പൊ പുട്ട് റെഡിയായി. കുത്തിയിടാ. വെറും പുട്ടല്ല, മുട്ടപ്പുട്ട്. ഞാൻ എപ്പോഴും പുട്ടിന്റെ എടുക്കുമ്പോ ഓർക്കണ ഒരു കാര്യമാണ്. ഒരു സബ്സ്ക്രൈബർ കൊച്ചുമോൾ കുരുവിള പറഞ്ഞത്, അമ്മ പുട്ട് ചുടണം എന്ന് പറയരുത്, കറക്റ്റാ പറഞ്ഞു തന്നത്. പുട്ട് പുഴുങ്ങണോന്ന് പറഞ്ഞ. ശരി, ആവിയിൽ പുഴുങ്ങണതാ, ചുടണതല്ല. ഞാൻ ഈ പുട്ടിയിടും ചെറുപ്പം മുതലേ കേട്ട് പുട്ട് ചുടണം എന്ന് തന്നെ പറഞ്ഞു. ഇപ്പൊ കൊച്ചുമോൾ എനിക്ക് തിരുത്തി തന്നു. ഇപ്പൊ കൊച്ചുമോളുടെ കമന്റ് ഒന്നും കാണുന്നില്ല. അതിലൊരു ചെറിയ വിഷമമുണ്ട്. കൊച്ചുമോൾ എവിടെയോ, നാട്ടിലുണ്ടോ? ഇപ്പൊ കുത്തിയിടാ. നീ അതെങ്കിലും ഒന്ന് നടക്കട്ടെ. കൊറേ നേരമായി പറയണു. അതെ, അസല് പുട്ടേ. ഈ സാരയില്ല, പൊടിഞ്ഞു പോന്നു. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, ചൂട് കൊണ്ടായിരിക്കും ചിലപ്പോ. ഇനി അടുത്ത് നമുക്ക് പൊട്ടാതെ നോക്കാം. ഇനി ഒരു കണയും കൂടെ ചുടാനുണ്ട്. അപ്പക്ക് ഇപ്പഴേ കൊടുക്കുവാണോ? അല്ല, അപ്പൊ 6 മണിയാകുമ്പോ വരും. അപ്പൊ പുറത്തേക്ക് പോണതിന് മുമ്പ് തന്നെ കഴിക്കാൻ കൊടുക്കുക. ഇത് അപ്പൊക്ക് എന്നാന്ന് പറയാവോ? ഇല്ല, കാരണം ഇത് കുത്തിയിട്ട് കഴിഞ്ഞാൽ നിനക്ക് പോകാം. എടീ, ഇത് കുത്തിയിട്ടേച്ച് പോയാൽ പോരാ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ പരിപാടിക്ക് പോകാം. കുത്തിയിട്ടിട്ട് പോയാ മതി, അപ്പോഴേക്കും ആവും. നല്ല രുചിയാ. ഇഷ്ടപ്പെട്ടാ? നല്ല. മുട്ടയൊക്കെ ഇട്ടിട്ടൊന്നും കാണാനില്ല അല്ലേ? എങ്കിലും അപ്പക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം മുട്ടക്ക് ചോളയാളാം. അപ്പൊ ചെറുപ്പം തൊട്ടേ മുട്ട നന്നായി കഴിച്ചോണ്ടേ മുട്ടയുടെ രുചി അപ്പയ്ക്ക് ഇറച്ചിനേക്കാൾ ഇഷ്ടം. ശരിയാണ്, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടത്.
ചെറുപ്പത്തിലെ കഴിക്കണ രുചിയോടെ ആയിരിക്കൂല നമുക്ക് എപ്പോഴും പ്രത്യേക താല്പര്യം. എനിക്ക് മാങ്ങാത്തലി പോലെ. പിന്നെ പാല്, ചീസ് ഇതൊക്കെ ഭയങ്കര പാല് സ്ഥിരം ഉപയോഗിക്കുന്ന ഇവിടെ പശുവും കറവ ഉണ്ടായിരുന്നോണ്ട് അപ്പൊ പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നതിന് പകരം ഈ പാലിങ്ങനെ ബക്കറ്റിൽ കറന്നുകൊണ്ട് വരുവായിരുന്നല്ലേ പറയണേ. 2 പശുക്കളായിരുന്നു എന്നാ പറയണേ. അപ്പൊ പാല് ഇഷ്ടം പോലെ കാണും. അപ്പൊ അപ്പച്ചനൊക്കെ പാലുകുടിയുടെ ഉസ്താദുകളായിരുന്നു ഇവിടെ. പാല് കുടിക്കാൻ എനിക്കും ഇഷ്ടല്ലേ? ഞാൻ എപ്പോഴും പാല് കുടിക്കുന്ന കാണാറില്ലേ. എവിടെ കുടിച്ചിട്ടാ? പാലിലല്ലേ റാഗി കുറുക്കണേ. പാലായിട്ട് കുടിക്കൂലല്ലോ. അതിന് പകരാ നമ്മള് കുറുക്കി കഴിക്കണേ. ഒരു കപ്പ് പാലാകത്തി അല്ലണേ. അത് ശരിയാണ്. എന്നാലും എനിക്ക് പാലായിട്ട് ഇനി അത് പോരാഞ്ഞ് ഇനി പാലും കുടിക്കണം. അത് കൊള്ളാലോ. ഇപ്പൊക്കെ ഒരുപാട് പണ്ടത്തെ പോലെയൊന്നുമല്ല. കുടിച്ചു കഴിഞ്ഞാൽ ഓരോ രോഗങ്ങളല്ലേ പിള്ളേ. പണ്ട് ഇങ്ങനത്തെയുള്ള അസുഖങ്ങളൊന്നുമില്ല. ഇപ്പൊ പാല് കുടിക്കാൻ മേല, മുട്ട തിന്നാൻ മേല, മറ്റത് കഴിക്കാൻ മേല. ചിലർക്ക് വയറിന് പ്രശ്നമൊക്കെ ഒരുപാട് പേർക്കുണ്ട് വയറ്. കുത്തിയിടാ എന്നെ ഈ പൊറോട്ടൊക്കെ നോക്കണേ. കണ്ണൊക്കെ പിടിക്കൂല സന്ധ്യയായ. ഇത് പൊടിയാതെ നമുക്ക് കിട്ടുന്ന മനക്കോട്ട കെട്ടാം. ഇച്ചിരി പൊടിഞ്ഞു. ആവി പറക്കുവാന്നേ. കടും ചൂടായിട്ടാ കുറച്ച് പൊടിഞ്ഞു പോണത് കേട്ടോ. നനവ് കറക്റ്റാ. ചിലപ്പോ പടം എടുത്തോട്ടോ. അപ്പൊ പുട്ട് മസാല. അതെ, മുട്ട മസാല അല്ലേ? മുട്ട പുട്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനുള്ള പേര് വിളിച്ചോളൂ. എന്നാണെങ്കിലും ടേസ്റ്റ് ഉണ്ട്, അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒക്കെ പരീക്ഷിക്കാം. പിള്ളേരുള്ള വീടുകളിലൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് പിള്ളേർ വന്നു കഴിയുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കാം. കാരണം മുട്ടയുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഹെൽത്ത്. രാവിലെയും കഴിക്കാം, കറി ഒന്നും വേണ്ട. വൈകുന്നേരമാണ് കൂടുതൽ നല്ലത്. സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ നല്ല വിശന്നായിരിക്കുമല്ലോ അവനെ. ഇച്ചിരി ഹെൽത്ത് ആയിക്കോളും. രാവിലെ സ്കൂളിൽ പോണവരാ അധികം കഴിപ്പുണ്ടാവൂലല്ലോ. വീട്ടിലിരിക്കുന്ന ദിവസം രാവിലെ ഉണ്ടാക്കാം. ഇതുപോലെ ഇറച്ചിപ്പുട്ടും ചെമ്മീൻ പുട്ടൊക്കെ ഉണ്ടാക്കാം. അതെ. ഓക്കെ, അങ്ങനെ വെയിറ്റ് ഈസ് ഓവർ. ഞാൻ നമ്മുടെ മുട്ടപ്പുട്ട് കഴിക്കാനായിട്ട് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഇരുന്ന് എന്തിനാ ചൂട് കളയണേ. അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ഞാനിവിടെ മുട്ട ചിക്കിയത് തപ്പണതാണ്, പക്ഷെ ഞാൻ കാണുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. ഇനി അങ്ങ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. ചൂടോടുകൂടി തന്നെ കഴിക്കുവാണേ. ഞാൻ നേരത്തെ കഴിച്ചായിരുന്നു, ടേസ്റ്റ് ചെയ്തായിരുന്നു. നല്ല ഫ്ലേവറാ മുട്ടയുടെ ഒക്കെ. 2 മുട്ട ഇട്ടിട്ടും ശരിക്കും ഒന്നും കൂടി ആണെങ്കിൽ ഇടാന്ന് എനിക്ക് തോന്നുന്നു. കാരണം 2 കണയായിട്ട് കിട്ടിയതോ. എന്നാലും കുഴപ്പമില്ല, കുറവൊന്നുമില്ല. ഇത്ര മതി, കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. രാവിലെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റാ. രാവിലെയൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ പ്ലെയിൻ പുട്ടൊക്കെ കഴിക്കാൻ പലർക്കും വലിയ താല്പര്യമില്ല. അപ്പം ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. എത്രയായാലും നോൺ വെജിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നമുക്കൊക്കെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് അല്ലേ കഴിക്കാൻ. ഞാൻ നോൺ വെജിറ്റേറിയൻ ലവേഴ്സിൻ്റെ അടുത്ത് കേട്ടോ പറഞ്ഞേ. വെജിറ്റേറിയൻ ലവേഴ്സ് ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. അപ്പം പനീരൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വഴറ്റിയിടാന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ നല്ല രസമായിരിക്കും കഴിക്കാൻ. കറിയൊന്നും വേണ്ട ഇങ്ങനെ ഉണ്ടാക്കിയ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. രസമുണ്ട്. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഇറച്ചി ഒബ്വിയസ്ലി നമുക്ക് ആഡ് ചെയ്യാം. അതല്ലാതെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാം.